തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസ് പാർട്ടിക്ക് അതീവ നിർണായകമാണ്. ഈ രണ്ട് കടമ്പകളും കടന്നെങ്കിൽ മാത്രമേ ആത്മാഭിമാനത്തോടെ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും തുടർച്ചയായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇനിയും അധികാരത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതൊന്നുമല്ല. ഒരുപക്ഷെ ആ പാർട്ടിയുടെ തന്നെ നിലനിൽപ്പ് ഇല്ലാതാകുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ മാറിയേക്കാം. ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ യാതൊരു ചൂരും കോൺഗ്രസിനില്ല. തുടർഭരണം ആഗ്രഹിക്കുന്ന CPM-ഉം ഗംഭീര പ്രകടനത്തിന് കോപ്പ് കൂട്ടുന്ന BJP-യും തകൃതിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് ചില വിവാദങ്ങൾക്ക് പിന്നാലെയാണ്. ഈ വിവാദങ്ങളെല്ലാം ആ പാർട്ടിയുടെ അഡ്രസ്സ് തന്നെ കളയുന്ന നിലയിലുമാണ്. എല്ലാവരും കോൺഗ്രസിന്റെ യുവനിരയെ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടിട്ടുള്ളത്. മറ്റു മുന്നണികളിൽ നിന്നും ഇല്ലാത്തതുപോലെ സ്വീകാര്യതയുള്ള ഒരുപറ്റം യുവാക്കൾ UDF-ലുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ ആ പേര് കുറച്ചൊക്കെ ചീത്തയാക്കി. അതിന് തുടർച്ചയായി PK ഫിറോസ് കൂടി വിവാദത്തിന്റെ ചുഴിയിലേക്ക് വീണതോടെ കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞു. ഇപ്പോഴിതാ പക്വതയില്ലാത്ത ചില സമീപനങ്ങൾ കാരണം മഹിളാ കോൺഗ്രസ് കൂടി കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PP തങ്കച്ചനോട് മഹിളാ കോൺഗ്രസ് കാട്ടിയ അനാദരവ് എവിടെയും ചർച്ചയാണിപ്പോൾ. മരണവിവരം പുറത്തു വന്ന ശേഷം മഹിളാ കോൺഗ്രസിന്റെ ജാഥയെ കൊല്ലം ചിന്നക്കടയിൽ വരവേറ്റത് ചെണ്ടമേളം നടത്തിയും അമിട്ട് പൊട്ടിച്ചുമായിരുന്നു. ജാഥയുടെ ക്യാപ്റ്റനും ജാഥ ഉദ്ഘാടനം ചെയ്ത AICC നേതാവും ദുഃഖാചരണം കണക്കിലെടുത്ത് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് പകരം സമാപനത്തിന് ചെണ്ടമേളം നടത്തിയും അമിട്ട് പൊട്ടിച്ചും ആഘോഷിച്ചതിന് അവിടെ പങ്കെടുത്തവർ പോലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവ് PP തങ്കച്ചൻ മരിച്ചതിനെ പറ്റി 4:30 സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. മഹിളാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റ് ഇട്ടിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും മഹിളാ കോൺഗ്രസ് നേതാക്കൾ ജെബി മേത്തറും ബിന്ദു കൃഷ്ണയും മനുഷ്യത്വവും മനസാക്ഷിയുമില്ലാതെ ജാഥയെ ഉത്സവാഘോഷമാക്കി മാറ്റിയെന്നാണ് ആക്ഷേപം. വൈകിട്ട് 7:30 കൊല്ലം ചിന്നക്കട ബസ് ബേക്ക് മുന്നിലെ ഡിവൈഡറിൽ അമിട്ട് പൊട്ടിക്കുകയും ചെയ്തു. PP തങ്കച്ചനോട് അനാദരവ് കാണിച്ചു എന്ന് മാത്രമല്ല, ട്രാഫിക് ശക്തമായി ഉള്ളപ്പോൾ അപകടകരമാം വിധം സ്ഫോടക വസ്തുക്കൾ കത്തിക്കുകയും ചെയ്തു. ജാഥ നയിച്ച മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെബി മേത്തറും AICC ഭാരവാഹി ബിന്ദു കൃഷ്ണയും ഈ അനാദരവിന് കൂട്ടുനിന്നതായി ആക്ഷേപമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ മരിച്ചാലും ആദരമർപ്പിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൽ PP തങ്കച്ചന്റെ വിയോഗവേളയിലും ആഘോഷം നടത്താൻ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് കഴിയുമെന്ന് കൊല്ലത്ത് തെളിയിച്ചു. അല്ലെങ്കിൽ തന്നെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സഹസ്യാത്ര ഒരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയാണെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. ഈ യാത്ര മാത്രമല്ല, സംഘടന സമീപകാലത്ത് നടത്തുന്ന പരിപാടികളെല്ലാം ആ നിലയിലാണെന്നും പൊതുവെ ആക്ഷേപം ഉയരുന്നുണ്ട്. വിവിധ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചരണങ്ങളാണെങ്കിലും മറ്റ് സംഘടനാ പരിപാടികളാണെങ്കിലും എല്ലാം ലക്ഷങ്ങൾ പൊടിച്ചുള്ള പരിപാടിയായാണ് സംഘടന നടത്തുന്നത്. ജെബി മേത്തർ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം എന്നും എപ്പോഴും പരിപാടികളാണെങ്കിലും കൃത്രിമത്വം നിറഞ്ഞ പരിപാടികളാണ് നടക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുൻകാല മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അത്ര കണ്ട് യോജിപ്പില്ലെന്നാണ് അറിയുന്നത്. ഏതായാലും ആകപ്പാടെ വിവാദങ്ങളിൽ മുങ്ങിയ കോൺഗ്രസിന് കൂടുതൽ നാണക്കേടായി മാറിയിരിക്കുകയാണ് കൊല്ലത്തെ മഹിളാ കോൺഗ്രസിന്റെ പ്രകടനം. പണ്ടൊക്കെ മഹിളാ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിലപാടുള്ള ഒരു സംഘടനയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ യുവ നേതാക്കൾ പലരും ലൈംഗികാരോപണങ്ങളിൽ ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമ്പോഴും കൃത്യമായ സ്ത്രീപക്ഷ നിലപാട് പോലും എടുക്കാൻ കഴിയാത്ത റബ്ബർ സ്റ്റാമ്പ് സംഘടനയായി മഹിളാ കോൺഗ്രസ് മാറിയിരിക്കുന്നു.